ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ കിടിലൻ വീഡിയോ ആണ്. മേക്കപ്പ് ഇടുന്ന സ്കിന്നാണോ മേക്കപ്പ് ഇടാത്ത സ്കിന്നാണോ ഏതാണ് കൂടുതൽ കാലം യുവത്വം നിലനിർത്തുന്നത് എന്നതാണ്. ഇത് എന്നോട് ഒരു സ്ഥിരം കസ്റ്റമർ ചോദിച്ച ചോദ്യമാണ്. ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. യുവത്വത്തിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. സാധാരണ നമ്മൾ പരസ്യങ്ങൾ കാണുന്ന ക്രീമുകളൊക്കെ വാങ്ങിച്ച് തേച്ച് എന്താകും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ഏതാണ് കൂടുതൽ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ദിവസവും മേക്കപ്പ് ഇടാറുണ്ടോ? അല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടാറില്ലേ? അങ്ങനത്തെ ആൾക്കാരാണോ? രണ്ട് കൂട്ടർക്കും ഒരുപോലെ യൂസ്ഫുള്ളാകും. ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മേക്കപ്പ് ഇടുന്നത് സ്കിൻ നശിപ്പിക്കും, മേക്കപ്പ് ഇടാത്തവരുടെ സ്കിൻ മാത്രമേ നല്ലതായിരിക്കൂ എന്നത് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും സത്യമാണോ അതോ ഒരു വെറും തെറ്റിദ്ധാരണയാണോ കേട്ടോ? ഇന്നത്തെ വീഡിയോയിൽ മേക്കപ്പ് ഇടുന്ന സ്കിന്നും മേക്കപ്പ് ഇടാത്ത സ്കിന്നിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതാണ് കൂടുതൽ കാലം ആരോഗ്യമുള്ള യൗവനം നിലനിർത്തുന്നത് എന്ന് വളരെ ലളിതമായി നോക്കാം കേട്ടോ. അതിനാൽ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ശരിയായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ പാർട്ട് 1, മേക്കപ്പ് തന്നെ പ്രശ്നമാണോ? മേക്കപ്പ് തന്നെ സ്കിൻ നശിപ്പിക്കുന്നില്ല കേട്ടോ. മേക്കപ്പ് തന്നെ സ്കിന്നൊന്നും നശിപ്പിക്കുന്നില്ല. പക്ഷേ മേക്കപ്പ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്കും കാരണം കേട്ടോ. പല പ്രശ്നങ്ങൾക്കും കാരണം മേക്കപ്പ് ഇടാം, പക്ഷേ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് കാരണം. ഉദാഹരണത്തിന് മേക്കപ്പ് ഇട്ടിട്ട് രാത്രി കഴുകാതെ ഉറങ്ങുക. രണ്ടാമത്തത് എക്സ്പയറി മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുക. പിന്നെ മൂന്നാമത്തത് മറ്റൊരാളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ടിട്ട് അത് വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതുപോലെ വാങ്ങുക. പിന്നെ നാലാമത്തത് മേക്കപ്പ് ബ്രഷസ് വൃത്തിയാക്കി വയ്ക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കയ്യിലിടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ വൃത്തിയായി കഴുകുകയും ചെയ്യും, പിന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ മേക്കപ്പ് ബ്രഷൊക്കെ വൃത്തിയാക്കി വെക്കും. ഇങ്ങനെയുള്ള കാരണങ്ങളാണ്. പിന്നെ ഇങ്ങനെ ചെയ്താൽ മോക്കുരു, പോഴ്സ്, പിന്നെ അത് അടയുക, സ്കിൻ ഇറിറ്റേഷൻ എന്നിവ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ നല്ല ക്വാളിറ്റി മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുകയും വളരെ നന്നായി ക്ലൻസ് ചെയ്യുകയും മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയും ചെയ്താൽ മേക്കപ്പ് മാത്രം കാരണം സ്കിൻ പെട്ടെന്ന് നശിക്കുമെന്ന് പറയാൻ കഴിയില്ല. കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ഈ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ പാർട്ട് 2 വന്നിട്ട് മേക്കപ്പ് ഇടാത്ത സ്കിൻ എപ്പോഴും നല്ലതാണോ? മേക്കപ്പ് ഇടാത്തവരുടെ സ്കിൻ എല്ലായ്പ്പോഴും നല്ലതായിരിക്കണമെന്ന് കരുതുന്നത് ശരിയല്ല. കാരണം മേക്കപ്പ് ഇടാത്ത ആളുകൾ പോലും സൺസ്ക്രീൻ ഉപയോഗിക്കാതെ പുറത്തു പോകുന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിലെ UV റേസ് മൂലം പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, റിങ്കിൾസ് എന്നിവ വരാം കേട്ടോ. അതുപോലെ ശരിയായ സ്കിൻ കെയർ ഇല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന്, പിമ്പിൾസ്, ആങ്കിനെ അങ്ങനെയുള്ള തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകാം കേട്ടോ. അതുകൊണ്ട് മേക്കപ്പ് ഇല്ല എന്നത് മാത്രം ആരോഗ്യമുള്ള സ്കിൻ എന്ന അർത്ഥമല്ല. പിന്നെ അതുപോലെ പാർട്ട് 3 കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് സ്കിൻ ആരുടേതാണ് കേട്ടോ. അതായത് 30 അങ്ങനെയൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ കൂടുതൽ കാലം ആരോഗ്യമുള്ള സ്കിൻ ലഭിക്കുന്നത് സ്കിൻ കെയർ റുട്ടീൻ ശരിയായി പാലിക്കുന്നവരാണ് കേട്ടോ. അവർ മേക്കപ്പ് ഇടുന്നവരായാലും മേക്കപ്പ് ഇടാത്തവരായാലും വലിയ വ്യത്യാസമില്ല. ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങൾ കേട്ടോ. എല്ലാ ദിവസവും സൗമ്യമായ മൈൽഡായിട്ടുള്ള ക്ലെൻസർ ഉപയോഗിച്ച് മുഖം കഴുകുക. അതുപോലെ മോയ്സ്ചറൈസർ ഉപയോഗിച്ച് സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി സൂക്ഷിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ രാവിലെ സൺസ്ക്രീൻ നിർബന്ധമായും ഉപയോഗിക്കുക. രാത്രി മേക്കപ്പ് മുഴുവനും റിമൂവ് ചെയ്യുക. പിന്നെ അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും നല്ല ഉറക്കം ഉറങ്ങുകയും ചെയ്യുക. ഈ ചെറിയ ശീലങ്ങൾ പാലിക്കുന്നവർക്ക് സ്കിൻ കൂടുതൽ ആരോഗ്യമുള്ളതും ഫ്രഷുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തരം പിന്നെ വന്നിട്ട് മേക്കപ്പ് ഇടുന്ന സ്കിന്നാണോ മേക്കപ്പ് ഇടാത്ത സ്കിന്നാണോ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് എന്നതിന് ഉത്തരം വളരെ ലളിതമാണ്.
മേക്കപ്പല്ല, സ്കിൻ കെയർ ആണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ശരിയായ രീതിയിൽ മേക്കപ്പ് ഉപയോഗിക്കുകയും ദിവസവും സ്കിൻ കെയർ പാലിക്കുകയും ചെയ്യുന്നവർക്ക് വർഷങ്ങളോളം ആരോഗ്യമുള്ള സ്കിൻ നിലനിർത്താൻ കഴിയും. അതേസമയം മേക്കപ്പ് ഇടാത്തവരാണെങ്കിലും സ്കിൻ കെയർ അവഗണിച്ചാൽ സ്കിൻ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക, പറയുക. ഇത്തരത്തിലുള്ള ബ്യൂട്ടി, സ്കിൻ കെയർ, അതുപോലെ ഹെയർ കെയർ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കല്ലേ. വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ ഞാൻ വരാം. പക്ഷേ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്രീമിനെ കുറിച്ച് പറഞ്ഞു. റിങ്കിൾ ക്രീമാണ് അത്. ഇച്ചിരി വില കൂടിയാൽ 500 രൂപയാണ്. പക്ഷെ അത് ആൻറ്റി റിങ്കിൾ ക്രീമാണ് കേട്ടോ. ഒരു 35 കഴിഞ്ഞവർക്ക് എന്തായാലും യൂസ് ചെയ്യാം. ഞാൻ ഒരുപാട് നല്ല ഹെർബൽ പ്രൊഡക്റ്റുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒറിജിനൽ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അന്നും കാണിച്ചു തന്നു. അപ്പോൾ അത് പറയാൻ ഞാൻ വിട്ടുപോയി തോന്നണം. ആൻറ്റി റിങ്കിൾ ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുള്ളായിട്ടും ഞാൻ ഒന്നും കൂടി ഇടുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട് കാണിച്ചു തന്നു. ഇത് വന്നിട്ട് എന്താണ്, ആൻറ്റി റിങ്കിൾ ക്രീം എന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ സാധനം മതി നിങ്ങൾക്ക്. ഡെയിലി മോയ്സ്ചറൈസറായിട്ടും സൺസ്ക്രീന് എല്ലാം ഇതുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫൗണ്ടേഷൻ പോലെയുള്ളതുമാണ്. ഫൗണ്ടേഷൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് തന്നെ മതി കേട്ടോ. ഇത് എന്താ പറയുക, നമ്മൾക്ക് എന്താണ് മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു തോന്നലൊന്നും വരികയില്ല. എന്നാലും എല്ലാം കൊണ്ടും ഗുണമാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി റിങ്കിൾ ക്രീം കൂടിയാണ്. അപ്പോൾ ഫേസ് നമ്മൾ ആൻറ്റി ഏജിങ്ങും ആണ് കേട്ടോ. എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 500 രൂപ പറഞ്ഞിട്ട് വാങ്ങാതിരിക്കരുത്. നല്ലൊരു നിങ്ങൾ ഈ എന്താണ് പറയണ വൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങി തേക്കുന്നതിനേക്കാളും എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയവർക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. അപ്പോൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചവർ റിസൾട്ട് കണ്ടിട്ട് കമൻ്റ് ഇടുക. അപ്പോൾ ഈ എന്താണ് മേക്കപ്പ് ഇടുന്നതും ഇടാത്തതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഏജ് ക്രീമും ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്താ പറയുക, അവോയ്ഡ് ചെയ്യാതെ വാങ്ങിച്ചു നോക്കുക. നിങ്ങൾക്ക് എല്ലാം റേറ്റ് കൂടി പറഞ്ഞിട്ട് നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് ഇത് ഒരു മാസമൊക്കെ നിങ്ങൾക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീമാണ്, വിശ്വസിച്ച് വാങ്ങിക്കുക. വീണ്ടും പറയുന്നില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. നിങ്ങൾക്ക് എന്തിനെ പറ്റിയെങ്കിലും വീഡിയോ ഇടണമെന്നുണ്ടെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ടും എന്നോട് കമൻറ്റിലൂടെ അറിയിക്കുക, കമൻ്റ് ഇടുക കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു എംബ്ലമെങ്കിലും ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നറിയാം. പക്ഷേ ലൈക്ക് ഇടാൻ ഒരുപാട് പേർക്ക് മടിയാണ്. അത് യൂട്യൂബിൽ കാണുമെന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഒന്ന് ഇടുക. പിന്നെ ഞാൻ പറയാം, എൻ്റെ വീഡിയോ എങ്കിലും നിങ്ങൾ കാണുന്നല്ലോ. കാണുന്നവർക്ക് ആരാണ് കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒത്തിരി പേര് വ്യൂവേഴ്സ് ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ ബൈ.